വല്ലാത്തൊരു വല്ലിടങ്ങേറ്, വല്ലാത്തൊരു വല്ലിടങ്ങേറ്, വല്ലാത്തൊരു 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 വല്ലിടങ്ങേറ്, വല്ലാത്തൊരു വല്ലിടങ്ങേറ്. വല്ലാത്തൊരു വല്ലിടങ്ങേറ്. ഒരു 6 കോടിയെങ്കിലും കിട്ടണം. എന്നാ നമുക്ക് നോക്കാം, അല്ലാതെ നടക്കൂല. ഇതെന്താ റേഞ്ച് ഇല്ലേ? പണ്ടരടങ്ങിട്ട് കോടി 10 കോടി 10 കോടി 5 കോടി 20 CR. ഒരു 20 റുപ്പീസ് തരോ? ഒന്ന് ചേർക്കാൻ പോയി കഴിച്ചു. ബാക്കിയുള്ളവർക്ക് എന്നോട് ചായക്ക് പൈസ. 5 കോടി 10 കോടി 10 കോടി 5 കോടി. ഒരു 20 റുപ്യ. 20 റുപ്യ. അത് 10 റുപ്യ അല്ലേ? 20 റുപ്യ പ്ലീസ്. ഇന്നെ കൊണ്ട് എന്റെ കോടികൾ ഇല്ലാതാവണ്ട. എന്നാ പിടിച്ചോ. 20 CR 10 CR 20 CR. അതാണ് പോകുമ്പോ എന്നോട് പറയണെന്ന്. മൊത്തം 26 CR 26 CR. ഇങ്ങോട്ടൊക്കെ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഉപകാരം കിട്ടാണ്ട്. റൂട്ട് പറയണമെങ്കിൽ മേലേക്ക് നമ്മളെ 36 ഏക്കറില്ലേ, മേലെ ഭാഗം ആ മേലെ ഭാഗത്തുനിന്ന് ആ തോടിൻ്റെ താഴത്തേക്ക് കൂടെ അവിടെ അങ്ങ് തിരിഞ്ഞു കഴിഞ്ഞാൽ അടിയിൽ നമ്മളിപ്പോൾ അളന്നില്ലേ, ആ അളന്ന ആ സ്ഥലത്തുനിന്ന് ഇപ്പുറത്തേക്ക് ഇങ്ങോട്ട് കയറിനടുത്താണ് കാപ്പിത്തോട്ടത്തിന്റെ താഴത്ത്. അതെ, അവിടെ തന്നെ, അവിടെ ആ സർവ്വക്കല്ലില്ലേ, അവിടെ നിന്ന് താഴേക്ക് പിടിച്ചു കഴിഞ്ഞാൽ ആ വാഴ നിൽക്കുന്ന സ്ഥലമില്ലേ, അപ്പം അതെല്ലാം കൂടെ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ സ്ഥലം അവിടെ കാണും. അതിന് 36 CR കിട്ടും. അത് അവരോടിപ്പം പറയാൻ പാടില്ല. ആ 36 CRന് നമ്മൾ കച്ചവടം അടുപ്പിച്ചാൽ നമ്മൾ 2 ആളേ ഉള്ളൂ. നമുക്ക് 1.5 CR നമുക്ക് കിട്ടും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കച്ചവടം ആക്കാൻ നോക്കും. ആ മേലത്തെ ആ ഭാഗത്തേക്ക് 33 CR ആണ് പറയണത്. ആ മേലത്തെ 26 ഏക്കറാ. അവിടെ നിന്ന് താഴത്തേക്ക് വരുന്ന ആ ഭാഗം ഉണ്ടല്ലോ, അവിടെ തോടാണ്. ആ തോടിൻ്റെ ഭാഗത്തുനിന്ന് 13 ഏക്കറാണ് പറയുന്നത്. അതിൻ്റെ ആ സൈഡിൽ കൂടെ ഇപ്പുറത്തേക്ക് തിരിഞ്ഞാൽ 26 ഏക്കർ. ഇതെല്ലാം കൂടി നടന്നാലേ നമുക്ക് കാര്യത്തിൽപ്പെടും. എന്നാ ആയിക്കോട്ടെ, ഇന്നിപ്പം ഞാൻ കാര്യമായിട്ട് പറയണമെന്നൊന്നും ഇല്ലല്ലോ. എന്ത് നല്ല മനുഷ്യനെ, എന്താ ചെയ്യാ.
എന്താ ചെയ്യാ? എങ്ങനെ നടന്നീന മനുഷ്യനെ നീ അതെ ആളെ പറ്റിക്കാൻ നിന്ന് എങ്ങനെ टुकड़ों में जी रहा हूँ तो कहीं टुकड़ों में കാസിം കാ അബൂക്കെ ആയിട്ട് നിങ്ങൾക്ക് എത്ര കാലത്തെ പരിചയമുണ്ട്? സ്കൂൾ പഠിക്കണ കാലം തൊട്ട് തന്നെ ഞങ്ങൾ പരിചയക്കാരാ. ഓനക്ക് 2 വയസ്സ്, ഇന്ത്യനെക്കാട്ടി 2 വയസ്സ് കുറവാണെങ്കിലും താടി മുടിയൊക്കെ ഓൻ്റെ നിറച്ചിക്കണ്. മറ്റേ കുന്ത്രാണ്ടം ഉണ്ടല്ലോ, ഏത് ആ കറുപ്പിക്കണ കുന്ത്രാണ്ടം, അതുണ്ടായി കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവൂല. മൂപ്പർക്ക് കറുപ്പിക്കേണ്ടി വരും. ആ ഓനക്കിപ്പോൾ കുറേ കുട്ടികളില്ലേ, ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും നിറച്ച ആൾക്കാരെ പറ്റൂല. കുട്ടികൾക്ക് മാത്രമല്ല. അല്ല കാസിം കാ, ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ? ആ ചോയ്ക്ക്. അല്ല, മൂപ്പർക്ക് 2 മാത്രമേ ഉള്ളൂ? അല്ല, നമ്മളിൽ 3, 4 ആവാ. എന്നാലും നിന്റെ സംസാരം എങ്ങോട്ടാണ് പോണെന്ന് എനിക്ക് മനസ്സിലായി. നീ ഇന്നാള് പറഞ്ഞില്ലേ മൂപ്പര് സൂക്ഷിച്ചടക്കാണെന്ന്. അന്റെ മാതിരി ഈ നാട്ടിൽ പലർക്കും സംശയം ഉണ്ടായിരുന്നു. എന്നാ ഒരു കാര്യം കേട്ടോ, 2ാമത്തെ കെട്ടിന് കാരണക്കാരന് ഈ ഞാനാണ്. നിനക്കറിയാലോ 99-ലുണ്ടായ ആ വിമാനാപകടം? അതിലുണ്ടായിരുന്ന ചുരുക്കം ചിലർ മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ പണിതുകൊണ്ടിരിക്കുന്ന വീടുപണി പൂർത്തീകരിച്ച് താമസിക്കാന്ന് കരുതിയിട്ടാ നസീമയും മോനും ഭർത്താവൊക്കെ ആ ഫ്ലൈറ്റിൽ കയറിയത്. പക്ഷേ ജാബിറെ, വിധി ആർക്കും തടുക്കാൻ പറ്റില്ലല്ലോ. ചെറിയ പരിക്കുകളോട് കൂടിയിട്ടാ നസീമി മോന് രക്ഷപ്പെട്ടത്. കത്തിക്കരിഞ്ഞ കരിക്കട്ടയായിട്ടാ നസീമക്ക് അവളെ ഭർത്താവിനെ തിരിച്ചു കിട്ടിയത്. അതോടെ അവളുടെ മാനസിക നില ആകെ തെറ്റി. താളം തെറ്റിയെന്ന് മാത്രമല്ല, ശരിക്കും ഭ്രാന്തായി. ഇവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിലാണ് അഡ്മിറ്റ് ചെയ്തത്. ആ സമയത്ത് തന്നെയാ എൻ്റെ ഭാര്യ ആയിഷ മെൻ്റൽ ഡിപ്രഷനായിട്ട് അഡ്മിറ്റായത്. 2 ദിവസമോളം അഡ്മിറ്റ് ചെയ്യുന്നു. നസീമാൻ്റെ തൊട്ടിപ്പുറത്താ ഞങ്ങൾ കിടന്നിരുന്നത്. ഞങ്ങളെ കാണാൻ ഇടയ്ക്കിടയ്ക്ക് അബു അവിടെ വരാറുണ്ടായിരുന്നു. ആ സമയത്ത് നസീമക്ക് നല്ല മാറ്റമുണ്ടായിരുന്നു. അത് അബുവിനെ കണ്ടിട്ടാന്നാ പിന്നെ എനിക്ക് മനസ്സിലായത്. അതിനൊരു കാരണമുണ്ട്. രൂപത്തിലും ഭാവത്തിലുമൊക്കെ അബുവിൻ്റെ സാദൃശ്യമുണ്ട് ഓളെ ഭർത്താവിന്. ആയിഷ ഓളെ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ ഞങ്ങളൊരു തീരുമാനത്തിലെത്തി. നസീമാനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ അബുവിൻ്റെ സാമീപ്യം ആവശ്യമുണ്ടെന്ന് മനസ്സിലായി. അത് ഞങ്ങൾ അബുവിനോട് സംസാരിച്ച്. അതിനോൻ തയ്യാറായിരുന്നു. പക്ഷേ എന്നാ പിന്നെ അലാലായിരിക്കണമെന്ന് ഓന് നിർബന്ധമായിരുന്നു. അങ്ങനെയാണ് ആ നിക്കാഹ് ഉണ്ടായത്. ഇപ്പോൾ നസീമാത്തനെ കണ്ട അങ്ങനൊന്നും തോന്നൂല കേട്ടോ. അതാണ് പടച്ചോൻ്റെ ഒരു കൂട്ടിച്ചേർക്കൽ. എത്ര സന്തോഷത്തിലാണ് അവരിപ്പല്ലേ. അതാണ്. അബൂക്ക കാരണം കുറെ ആളുകൾ ഇങ്ങനെ ജീവിക്കണ്ടില്ലേ. എൻ്റെ കാര്യമല്ല നിങ്ങൾക്കറിയാം. എന്നെ റെയിൽവേ ട്രാക്കിൽ നിന്ന് കിട്ടിയെന്നല്ലേ നിങ്ങൾക്കറിയുള്ളൂ. ഞാനെങ്ങനെ അവിടെ എത്തിയെന്ന് നിങ്ങൾക്കറിയാം. ആരോരില്ലാത്ത ഞാൻ ഒരുപാട് കറങ്ങി തിരിഞ്ഞിട്ടാണ് ഈ നാട്ടിലെത്തിയത്. ഡ്രൈവിംഗ് സ്കൂളിൽ പണിയെടുത്തുകൊണ്ട് ഞാനൊരു വീട്ടിൽ ഡ്രൈവറായിട്ട് ജോലിക്കായിരുന്നു.